മലയാളത്തിലെ സിനിമാ പേരുകളിലെ അബദ്ധങ്ങൾ എത്രയായിട്ടും കുറയുന്നതേയില്ല. 2 ദിവസം മുമ്പാണ് ഒരു ചിത്രത്തിൻ്റെ പേര് അതിൻ്റെ പോസ്റ്ററിൽ ഇങ്ങനെ കണ്ടത്. കാലവർഷക്കാറ്റ്. 3 വരിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ കാലവർഷക്കാറ്റ് എന്ന് കകാരത്തെ ഇരട്ടിച്ച് പറയുന്നതിന് പകരം കാലവർഷക്കാറ്റ് എന്ന് എഴുതിയപ്പോൾ എന്തോ ഒരു പോരായ്മ തോന്നി. ഇതുപോലെ നമ്മുടെ മലയാളത്തിൽ വളരെ ശ്രദ്ധ നേടിയ 1-2 ചിത്രങ്ങളുടെ ശീർഷകങ്ങൾ ഞാൻ ഓർക്കുകയാണ്. മോഹൻലാൽ അഭിനയിച്ച ഒരു സൂപ്പർ ഹിറ്റ് സിനിമയാണ് വേണു നാഗവള്ളി സംവിധാനം ചെയ്ത സുഖമോ ദേവി. ദേവിയെ സംബോധന ചെയ്യുകയാണ്. അപ്പോൾ സുഖമോ ദേവി എന്നാണ് വിളിക്കേണ്ടത്. പക്ഷേ അതിൽ പേര് കൊടുത്തിട്ടുള്ളത് സുഖമോ ദേവി എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ബാലചന്ദ്ര മേനോൻ്റെ ഒരു സിനിമയുണ്ട്, വിവാഹിതരെ ഇതിലെ എന്നാണ്. വിവാഹിതരെ ഇതിലെ എന്ന് ദീർഘമില്ലാതെ കൊടുത്തിരിക്കുകയാണ്. വിവാഹിതരെ ഇതിലെ എന്ന് ആ 2 ഭാഗത്തും, വിവാഹിതരെ എന്നുള്ള ആദ്യ ഭാഗത്തും ഇതിലെ എന്നുള്ള 2 ഭാഗത്തും യകാരത്തിൻ്റെ ദീർഘമായ എ ആവശ്യമാണ്. പക്ഷേ അത് ചേർത്ത് കണ്ടില്ല. പക്ഷേ ഒരു സന്തോഷം തോന്നിയത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് 1972 മലയാളത്തിലെ കലാസിനിമയുടെ വലിയ വക്താവായ ജോൺ എബ്രഹാം സംവിധാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് വിദ്യാർത്ഥികളെ ഇതിലെ ഇതിലെ. വളരെ കൃത്യമായാണ് അതിലെ ശീർഷകം കൊടുത്തിരിക്കുന്നത്. വിദ്യാർത്ഥികളെ ഇതിലെ ഇതിലെ. എല്ലാ സ്ഥലത്തും ആവശ്യത്തിന് ദീർഘം ഉപയോഗിച്ചിട്ടുള്ളതായി കാണാം. ഈ ദീർഘത്തിൻ്റെ പ്രയോഗം അല്ലെങ്കിൽ സംബോധനയിൽ വരുന്ന അശ്രദ്ധ സിനിമാ പേരുകളിൽ മാത്രമല്ല, അത് ഏറ്റവും കൂടുതൽ അത്തരത്തിലുള്ള അശ്രദ്ധ ഉണ്ടാക്കുന്നത് ഈ അച്ചുകൂടംകാരാണ്, പ്രസ്സുകാർ ഈ നോട്ടീസുകളും വിവാഹ ക്ഷണക്കത്തുകളും ഒക്കെ അച്ചടിക്കുന്ന സമയത്ത് അവർക്ക് ചില തീരുമാനങ്ങളുണ്ട്. മുൻകൂട്ടി തന്നെ അവർ തീരുമാനിച്ചിരിക്കുകയാണ് തങ്ങൾ അച്ചടിക്കുന്നതാണ് ശരി എന്ന്. അതുകൊണ്ടാണ് മാന്യരെ എന്ന് ദീർഘത്തിൽ പറയുന്നതിന് പകരം മാന്യരെ എന്ന് നിർത്തുന്നത്. ഞാൻ 1-2 പ്രാവശ്യം പ്രസ്സിൽ നേരിട്ട് ഈ തെറ്റ് പറഞ്ഞു കൊടുത്തിട്ടും വീണ്ടും അവർ പറയുന്നതാണ് ശരി എന്നുള്ള മട്ടിൽ മാന്യരെ എന്ന് ദീർഘം കൂടാതെ കത്തുകൾ അച്ചടിച്ച സന്ദർഭം എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ മാന്യമഹാജനങ്ങളെ, പ്രിയ സുഹൃത്തെ, മാന്യമിത്രമേ എന്നൊക്കെ സംബോധന ഉപയോഗിക്കുമ്പോൾ ദീർഘം ആവശ്യമാണെങ്കിലും പലപ്പോഴും നമ്മുടെ ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. ഒരു ഭാഷയുടെ സൗന്ദര്യം വരുന്നത് അത് ഏറ്റവും ഭംഗിയായി ചിട്ടയോടുകൂടി പ്രയോഗിക്കുമ്പോഴാണ്. അല്ലാതെ വരുന്ന സമയത്താണ് ഭാഷ വികലമായി തീരുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഭാഷകളിലൊന്നാണ് മലയാളം. പക്ഷേ ആ മലയാളത്തിൻ്റെ സൗന്ദര്യത്തെയും അതിൻ്റെ സത്തയെയും നിലനിർത്തേണ്ടത് ഓരോ മലയാളിയുടെയും കടമയാണ്. അപ്പോൾ അവർ നിത്യമായി പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാക്യങ്ങളിൽ ഒക്കെ വരുന്ന തെറ്റുകളെക്കുറിച്ച് സാമാന്യമായ ബോധം ഉണ്ടായിരുന്നാൽ ആ ഭാഷയുടെ സൗന്ദര്യത്തെ അങ്ങനെ തന്നെ നിലനിർത്താൻ സാധിക്കും. ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത ലക്കത്തിൽ കാണാം. നന്ദി, നമസ്കാരം.